അടുത്തത് നമ്മൾ സിറിയയിലെ യുദ്ധം പറഞ്ഞു, പിന്നെ ബംഗ്ലാദേശിലെ കലാപം പറഞ്ഞു. അടുത്ത ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇപ്പം മധ്യ ഗാസയിൽ ന്യൂസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 കുട്ടികൾ ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ബെയ്ത്ലാഹിയയിൽ ഇന്തോനേഷ്യൻ ആശുപത്രിയിലും ആക്രമണമുണ്ടായി. ഇപ്പം ആശുപത്രിയിൽ വരെയാണ് ആക്രമണം നടത്തി. ഇപ്പം ഗാസയിലെ യുദ്ധങ്ങളാണ് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിന് ഇപ്പോഴും ഒരു അറുതിയില്ല. പുതിയ പുതിയ യുദ്ധങ്ങൾ വന്നപ്പോൾ ഗാസ താന്നു പോയെന്ന് അതെ, പക്ഷെ അവിടെ നിരന്തരമായിട്ട് ആക്രമണം നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, താന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആക്രമണങ്ങൾ ഇപ്പൊ നമ്മൾ അറിയുന്നില്ല. കാരണം അവിടുത്തെ സ്ഥിരമാകുന്നു. അതായത് നമ്മൾ എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നു, അതുകൊണ്ട് ആരും വലിയായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ബിരിയാണി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അതുപോലെ തന്നെ ഗാസയിലെ എല്ലാ യുദ്ധം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വിലയില്ല. ചെറിയ പുതിയ യുദ്ധം തുടങ്ങി, അപ്പൊ എല്ലാവരും കൂടെ അതിനെ പൊക്കി എടുത്തോണ്ട് പോയി. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ ഗാസയിലെ യുദ്ധം ഇപ്പം ശക്തമാവുകയാണ്. അഭയാർത്ഥി ക്യാമ്പിലാണ് ആക്രമണം നടത്തിയത്. 6 കുട്ടികൾ ഉൾപ്പെടെ 26 പേര് കൊല്ലപ്പെട്ടു. എന്തൊരു നീചമായ പ്രവൃത്തിയല്ലേ. അതായത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ തന്നെ ആക്രമിക്കുന്ന തരത്തിലുള്ള സാഹചര്യം. കുട്ടികളെയൊക്കെ കൊല്ലുമ്പോൾ അവരുടെ മനസ്സൊന്ന് ഓർത്ത് നോക്കണം, എന്ത് ക്രൂരായിട്ടുള്ള മനസ്സാണെന്ന്. കുട്ടികളെ കൊല്ലുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അതൊന്നും അറിയാത്ത ആൾക്കാരെയാണ് കൊല്ലുന്നത്. യുദ്ധം നടത്തുന്നവനും നടത്തിപ്പിക്കുന്നവനും പ്രശ്നമില്ല. അതെ, ഒന്നും ഈ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ അവൻ എത്രമാത്രം പേടിച്ചിട്ടായിരിക്കും കഴിയുന്നത് തന്നെ. അപ്പൊ അവിടെയും ചെന്നിട്ട് അവർക്ക് സമാധാനം കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. അത് കുട്ടികളെ പോലും ഇത്തരത്തിൽ വെറുതെ വിടാത്തത് വേദനാജനകമായ കാര്യമാണ്. കുട്ടികളുടെ ജീവന് പോലും ഒരു സംരക്ഷണം നൽകാൻ പറ്റാത്തത്, നമ്മൾ നോക്കുകുത്തുകളായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഇതിനൊക്കെ വീണ്ടും പറഞ്ഞു, സിറിയയുടെ യുദ്ധം പറഞ്ഞ പോലെ വീണ്ടും ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശി മുസ്ലിം തീവ്രവാദി, ഹിന്ദു തീവ്രവാദികൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്ന പോലെ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യം വരികയാണ്. അതായത് ഈ യുദ്ധങ്ങൾ ഇനി വലുതാവുകയാണെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലേക്കും ഈ യുദ്ധം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടും. അപ്പം ഒരേ ഏകമായി ചിന്തിക്കുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ബാക്കിയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വലിയൊരു യുദ്ധമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതായത് ഇപ്പൊ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു രാജ്യങ്ങളും, റഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു പല രാജ്യങ്ങളും, യുക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ രാജ്യങ്ങളും, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് നിൽക്കുന്ന മറ്റു പല രാജ്യങ്ങളും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അല്ല ഇപ്പോഴും ഇപ്പൊ നമുക്ക് ഇതൊന്നും അഫക്ട് ചെയ്യാത്തത് നമ്മളിതൊന്നും അറിയാത്തതുകൊണ്ട്, നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് തോന്നുന്നത്. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്ക് ഇത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ജീവൻ ഇല്ലാതാകുന്നു, എല്ലാം ഇത്ര നാളെ സമ്പാദിച്ചില്ലാതാകുന്നു, ജീവന് വേണ്ടി പേടിച്ച്, അതായത് ആകെയുള്ള ജീവന് വേണ്ടി പേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. പേടിച്ച് ജീവിക്കുക. അതെ, എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഈ അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടി എത്തുന്നത്. അപ്പൊ അവിടെയും അവരെ ഉപദ്രവിക്കുകയാണ്. ഇപ്പൊ ഗാസയിലെമ്പാടുമായി 60 പേർക്ക് പരിക്കേറ്റു. ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. തെക്കൻ ലെബനിൽ സുരക്ഷാ ഭീഷണി ഉയർത്തിയ ഹിസ്ബുള്ള അംഗത്തെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം 44,664 ഗാസയിൽ ഇതുവരെ പാലസ്തീൻകാർ കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഇതുവരെ 44,664 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇന്നലെ 24 മണിക്കൂർ കാലയളവിൽ 52 പേര് കൊല്ലപ്പെട്ടു. ഒരു ദിവസം മരിച്ചവരുടെ എണ്ണമാണ് ഏകദേശം 52 പേര്. അപ്പൊ ഈ യുദ്ധം ഇങ്ങനെ ഒരു ദിവസം 52 പേരെന്ന് പറയുമ്പോൾ 10 ദിവസം ആകുമ്പോൾ എത്ര 500 പേര് മരിച്ചു. അപ്പൊ ഇതുവരെ 44,664 പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത്. അതെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി മനുഷ്യന്റെ ജീവനൊന്നും ഒരു വിലയില്ല. ഒരു സാഹചര്യം ഇനി നിലനിന്നാൽ ലോകാവസാനം തന്നെയാണ്. അതെ, അവരിപ്പോ മനുഷ്യന് വില കൊടുക്കുന്നില്ലെന്ന് തന്നെ അവരുടെ പ്രവർത്തിയിൽ തന്നെ മനസ്സിലായി. കുട്ടികളെ പോലും വെറുതെ വിടാതെയാണ് കൊല്ലുന്നത്. അതെ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വരുന്നത് 3ാം ലോക മഹായുദ്ധം അതിനുള്ള തുടക്കം പോലെയാണ്. ഇപ്പൊ എത്ര രാജ്യങ്ങളാണ് ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ ഫീച്ചർ ചെയ്യേണ്ടത് ഈ പത്രവാർത്ത പോരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിരവധി രാജ്യങ്ങളാണ് അങ്ങനെ യുദ്ധങ്ങളിലേക്ക് എത്തുന്നത്. അത് എല്ലാവർക്കും സങ്കടമുണ്ട്, വേദനയുണ്ട്. അപ്പൊ ഇത് ഉടനെ തന്നെ അവസാനിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം, അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. ഭരണകൂടം തന്നെ ഇതിന് തീർക്കാനായിട്ട് എത്രയും വേഗം ഒരു നടപടി എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയിലടക്കമുള്ള എല്ലാ രാജ്യങ്ങളും യുദ്ധഭീതിയിൽ നിൽക്കുന്ന, യുദ്ധത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജനങ്ങളുടെ സുരക്ഷയാണ് രാജ്യത്തിന്റെ ഉത്തരവാദിത്തം, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അപ്പൊ അതെന്താണേലും ഭരണകൂടം അവര് ശ്രദ്ധിക്കുക.